അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. വിശുദ്ധ ഖുർആനിലെ ഹാ ഉൽ ലമീറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഹാ ഉൽ ലമീർ സർവനാമമായി ഉപയോഗിക്കുന്ന ഹാ. ഇതിന് ഹാ ഉൽ കിനായ എന്നും പേര് പറയും. ഇത് രണ്ട് രീതിയിലാണ് നീട്ടുന്നത്, പരിഗണിച്ച് രണ്ട് രീതിയിലാണ്. ഹാ ഉൽ ലമീറിനെ ചില സമയത്ത് ചില സന്ദർഭത്തിൽ 3 അലിഫിന്റെ അളവ് അഥവാ 6 ഹർക്കത്ത് നീട്ടേണ്ടി വരുന്നുണ്ട്. ചില സ്ഥലത്ത് ചില സന്ദർഭത്തിൽ 1 അലിഫിന്റെ അളവാണ് നീട്ടേണ്ടി വരിക. ഹാ ഉൽ ലമീറിനെ നീട്ടി ഉച്ചരിക്കാനുള്ള പൊതു നിയമം മുമ്പും ശേഷവും ഹർക്കത്ത് വരിക എന്നാണ്. മുമ്പും ശേഷവും ഹർക്കത്ത് വന്നാൽ ഹാ ഉൽ ലമീറിനെ 1 അലിഫിന്റെ അളവാണ് നീട്ടി ഉച്ചരിക്കേണ്ടത്. അതിന് സിലത്തുൻ സുഗറ എന്നാണ്, സില സുഗറ എന്നാണ് പറയുക. 1 അലിഫിന്റെ അളവാണ് നീട്ടി ഉച്ചരിക്കേണ്ടത്. എന്നാൽ ഹാ ഉൽ ലമീറിന് ശേഷം ഹംസ വരികയും ആ ഹംസയുടെ മുകളിലാണ് ഹർക്കത്ത് വരുന്നതെങ്കിൽ അവിടെ 3 അലിഫിന്റെ അളവ് നീട്ടി ഉച്ചരിക്കണം, അഥവാ 6 ഹർക്കത്ത് നീട്ടി ഉച്ചരിക്കണം. ഇതാണ് ഹാ ഉൽ ലമീറിന്റെ കാര്യത്തിലുള്ള പൊതു നിയമം. നമുക്ക് ഒരു ഹർഫ് 1 അലിഫിന്റെ അളവ് നീട്ടി ഉച്ചരിക്കേണ്ട സ്ഥലം ഒന്ന് പരിശോധിക്കാൻ മതി. വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ 1 അലിഫ് നീട്ടി ഉച്ചരിക്കേണ്ട സ്ഥലം വന്നിട്ടുണ്ട്. ധാരാളം സ്ഥലങ്ങളിൽ. നമുക്ക് ഉദാഹരണത്തിന് സൂറത്തുൽ ഫജ്ർ എടുക്കാം. സൂറത്തുൽ ഫജ്റിന്റെ 15-ാമത്തെ ആയത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമഹു വനഅമഹു. റബ്ബുഹു എന്ന് പറയുന്ന സ്ഥലത്ത് ഹാ ഉൽ ലമീർ കാണാം. ഹു, അതിന് മുമ്പും ശേഷവും ഹർക്കത്തുണ്ട്. അവിടെ ഒരു ചെറിയ വാവ് കൊടുത്തത് കാണാൻ കഴിയും. 1 അലിഫിന്റെ അളവ് നീട്ടണം എന്നാണ് അത് അർത്ഥമാക്കുന്നത്. ഫഅക്റമഹു വനഅമഹു, അവിടെയും ഫഅക്റമഹു എന്ന് പറയുന്ന സ്ഥലത്തും ഹാ ഉൽ ലമീറിന്റെ മുമ്പും ശേഷവും ഹർക്കത്തുണ്ട്. 1 അലിഫിന്റെ അളവാണ് നീട്ടേണ്ടത്. വനഅമഹു, അവിടെയും 1 അലിഫിന്റെ അളവാണ് നീട്ടേണ്ടത്. എന്നാൽ 3 അലിഫിന്റെ അളവ് നീട്ടേണ്ട സ്ഥലം നമുക്ക് പരിശോധിക്കാം. സൂറത്തുൽ ബലദിലെ 7-ാമത്തെ ആയത്ത് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും. അയഹ്സബു അല്ലം യറഹു അഹദ്. അയഹ്സബു അല്ലം യറഹു അഹദ്. യറഹു അഹദ്, അവിടെ ഹാ ഉൽ ലമീറിന് മുമ്പും ശേഷവും ഹർക്കത്താണ് വന്നിട്ടുള്ളത്. ശേഷം ഹംസയുടെ മുകളിലാണ് ഹർക്കത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് 3 അലിഫിന്റെ അളവ് ഇവിടെ നീട്ടിയാണ് ഉച്ചരിക്കേണ്ടത്, അഥവാ 6 ഹർക്കത്ത്. ഇതിന് സില കുബറ എന്നാണ് പറയുക. സില കുബറ. എന്നാൽ ഇതിന് വിപരീതമായി നമ്മൾ പറഞ്ഞു, മുമ്പും ശേഷവും ഹർക്കത്ത് വരുമ്പോഴാണ് ഹാ ഉൽ ലമീറിനെ 1 അലിഫിന്റെ അളവ് നീട്ടേണ്ടത്, അല്ലെങ്കിൽ 3 അലിഫിന്റെ അളവ് നീട്ടേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഇതിന് വിപരീതമായി വിശുദ്ധ ഖുർആനിൽ 2 സ്ഥലങ്ങളിൽ നമ്മുടെ ഖിറാത്ത് അനുസരിച്ച്, നമ്മുടെ ഖിറാത്ത് എന്ന് പറയുമ്പോൾ മഹാനായ ഹഫ്സ് റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്ത് പ്രകാരമാണ് നമ്മളൊക്കെ ഓതിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലും ഇന്ത്യയിലും അതുപോലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പരിശുദ്ധ 2 ഹറമുകളിൽ ഉൾപ്പെടെ മഹാനായ ഹഫ്സ് റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്ത് പ്രകാരമാണ് ഓതുന്നത്. അവിടുത്തെ റിവായത്തിൽ 2 സ്ഥലങ്ങളിൽ ഈ പൊതു നിയമത്തിന് വിപരീതമായി
ഖിറാഅത്ത് വന്നിട്ടുണ്ട്. സൂറത്തു സുമറിലെ 7-ാമത്തെ ആയത്തിൽ ഹാഉൽ ലമീറിന്റെ മുമ്പും ശേഷവും ഹർക്കത്ത് വന്നിട്ട് നീട്ടാതെയാണ് നമ്മുടെ റിവായത്ത് പ്രകാരം ഓതേണ്ടത്. വഇൻ തശ്കുറൂ യർളഹു ലക്കും യർളഹു ലക്കും യർളഹു ഹു എന്നേ ഉള്ളൂ, നീട്ടാനില്ല. വഇൻ തശ്കുറൂ യർളഹു ലക്കും യർളഹു ലക്കും വഇൻ തശ്കുറൂ യർളഹു ലക്കും യർളഹു ലക്കും യർളഹു ലക്കും നീട്ടാതെയാണ് അവിടെ ഓതേണ്ടത്. മുമ്പും ശേഷവും ഹർക്കത്ത് വന്നിട്ടുണ്ട്, പക്ഷെ പൊതു നിയമത്തിന് വിപരീതമാണ്. അതുപോലെ സൂറത്തുൽ ഫുർഖാനിലെ 69-ാമത്തെ ആയത്ത് മുമ്പും ശേഷവും ഹർക്കത്ത് വരാതെ നീട്ടി ഓതിയിട്ടുണ്ട്. വയഖ്ലുദ് ഫീഹി മുഹാന വയഖ്ലുദ് ഫീഹി മുഹാന. ഫീഹി എന്ന് പറയുന്ന സ്ഥലത്ത് ഹാഇന്റെ മുമ്പ് യാ ആണ് വന്നത്, യാന് സുകൂനുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മുമ്പ് ഹർക്കത്ത് വരാതെയും മുമ്പും ശേഷവും ഹർക്കത്ത് വരാതെ ഒരു അലിഫിന്റെ അളവ് നീട്ടിയാണ് സൂറത്തു ഫുർഖാനിലെ 69-ാമത്തെ ആയത്ത് ഓതിയിട്ടുള്ളത്. ഈ രണ്ട് സ്ഥലങ്ങളും പൊതു നിയമത്തിന് എതിരാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഒരു അലിഫിന്റെ അളവ് നീട്ടേണ്ടതിന് സില സുഗറ എന്നും 3 അലിഫിന്റെ അളവ് നീട്ടേണ്ടതിന് സില കുബറ എന്നുമാണ് പറയുക എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.